ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു മത്തി കുത്തിക്കാച്ചേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ വലിയ മത്തി തന്നെ വേണം, അതായത് നെയ്മത്തി ഉണ്ടാവില്ലേ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിതാ മത്തിയെടുത്ത് അത് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ വരിഞ്ഞിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വരിഞ്ഞ് കൊടുക്കാൻ നിർബന്ധമില്ല, വരിയാതെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. പിന്നെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 20 ചുവന്നുള്ളിയാണ് കേട്ടോ. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതാണ്. ചുവന്നുള്ളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. കുത്തി കാച്ചിയതില്ല, അപ്പോൾ ചുവന്നുള്ളി തന്നെ നിർബന്ധമാണ്. 20 ഉണ്ടാവും. അതുപോലെ അരിഞ്ഞ് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലധികം ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂടുതൽ ചേർക്കുന്നില്ല, ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അത് ഇനി എന്താ ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചി ചെറിയ പീസസ് ആക്കിയതാണ്. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാൻ. മീൻകറി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. ഇത് ഇരിക്കും തോറും ടേസ്റ്റ് ഇങ്ങനെ കൊടുട്ടാ. ഞാൻ ഉണ്ടാക്കിയത് തലേ ദിവസം രാത്രി, അതായത് നാളെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഉച്ചയുടെ സമയത്ത് ഒക്കെ ഒന്ന് സെറ്റായിട്ട് കുറുകി സെറ്റായി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇഞ്ചിയും ഉള്ളിയൊക്കെ നല്ല വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി അത് ചെറിയ പീസസ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ആ തക്കാളിയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടണം. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് കുത്തിക്കാച്ചിയതൊക്കെ കഴിച്ചിട്ടില്ല, അപ്പോൾ ഇതുപോലെ ഈ മത്തി കുത്തിക്കാച്ചിയത് കഴിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്തി കൊണ്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. ഇതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളക് കുത്തിയതാണ് കേട്ടോ. ഉണക്കമുളക് പൊടി അത് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ നല്ല ഇതുപോലെ ഉണക്കമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി അല്ലേ നമ്മളിതിൽ ചേർക്കുന്നത്, ഉണക്കമുളകാണ്. ഉണക്കമുളകിൻ്റെ പൊടി അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് അഴറ്റി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പച്ചമുളകോ വേറെ ഒന്നും നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ഉണക്കമുളകിൻ്റെ പൊടി മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നല്ലൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ പുളി, സാധാ നമ്മൾ മീൻകറിക്ക് ചേർക്കുന്ന പുളിയാണ്. പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ പുളി കുതിർത്ത് വെച്ചതാണ്. അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി പുളിവെള്ളമാണ് കേട്ടോ. നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല, ഈ പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് ചൂടായി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ക്ലീനാക്കി വെച്ച മത്തിയിട്ട് കൊടുക്കട്ടെ. അത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ആ മത്തിയിട്ട് കൊടുക്കുക. ഒരുപാട് വെള്ളം നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ മത്തി ഇതുപോലെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കാനൊന്നും പാടില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഇട്ട് ഇളക്കെടുത്തിട്ട് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ സാധാ മത്തി വേവിക്കുന്ന ആ ടൈം എടുക്കുക. മത്തി വേവിക്കുന്ന ടൈമേ എടുക്കുന്നുള്ളൂ. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാനും. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചെന്ന് വേവിന് ശേഷം ഇതാ നമുക്ക് മൂടി തുറന്ന് നോക്കാം. അതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമ്മളിനി ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് ഇതൊന്നും ഇങ്ങനെ ചട്ടിയെടുത്ത് തന്നെ ചുഴറ്റി കൊടുത്താൽ മതി. നമ്മൾ മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. സ്പൂൺ ഇളക്കരുത്, ഇതുപോലെ ഒന്ന് ചുഴറ്റി കൊടുത്താൽ മതി. നമ്മൾ മീൻ ഇട്ടതിന് ശേഷം സെറ്റായി വരുമ്പോൾ പിന്നെ സ്പൂൺ ഇട്ട് വല്ലാതെ കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒരു തുണി വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ മീൻ കുത്തിക്കാച്ചിയത് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ അതിൽ കുറച്ച് ഗ്രേവി പോലെ നമുക്ക് തോന്നും. അത് ഇരുന്ന് കുറച്ച് നമ്മൾ കഴിക്കുന്ന ടൈം ആകുമ്പോഴത്തേനും ഒന്ന് കുറുകി സെറ്റായി ഉണ്ടാവും കേട്ടോ. ഒന്നുകൂടി കുറുകിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതാ തുറന്ന് നോക്കണം. അടിപൊളി മത്തി കുത്തിക്കാച്ചി ചെയ്തതാണ്. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിക്കുന്നത്. ഇനി നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഒന്നുകൂടി കുറുകി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി മാത്രം മതി നമുക്ക് ചോറ് ദോശയൊക്കെ കൂടി കഴിക്കാം. പുട്ടിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ മത്തിക്കറി, മത്തി വെറ്റിച്ചത്, പല ഐറ്റംസും മത്തി കൊണ്ട് ഉണ്ടാക്കും. ഇതുപോലെ മത്തി കുത്തിക്കാച്ചിയത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ, ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്, ഈസിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.